മകളെ, കുരുക്ഷേത്ര യുദ്ധം 10ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും കനത്ത ആൾനാശമുണ്ടായി. ദുര്യോധനൻ്റെ അപേക്ഷ പ്രകാരം യുദ്ധത്തിൻ്റെ മുൻ ദിവസങ്ങളിൽ ഭീഷ്മർ സംഹാരതാണ്ഡവമാടി. തുടർച്ചയായി പാണ്ഡവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഭീഷ്മർ ഇങ്ങനെ തുടർന്നാൽ പാണ്ഡവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി. അതിനൊരു പോംവഴി കണ്ടെത്താൻ ധർമ്മപുത്രർ ശ്രീകൃഷ്ണനോടും സഹോദരന്മാരോടും ആലോചിച്ചു. ഒടുവിൽ ഭീഷ്മരെ പരാജയപ്പെടുത്തി വധിക്കാനുള്ള മാർഗം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് യുധിഷ്ഠിരൻ അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണനടക്കമുള്ള എല്ലാവരും അത് അംഗീകരിച്ചു. ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവർ ഭീഷ്മരെ കണ്ട് വിവരം ധരിപ്പിച്ചു. പാണ്ഡവരുടെ അഭ്യുദയം ആഗ്രഹിക്കുന്ന ഭീഷ്മർ അതിനുള്ള വഴി പറഞ്ഞുകൊടുത്തു. ജനന സമയത്ത് സ്ത്രീയായിരുന്ന ദ്രുപദൻ്റെ മകൾ ശിഖണ്ഡിനി പിന്നീട് പുരുഷനായി മാറുകയായിരുന്നു. അങ്ങനെ ഒരാളോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ താൻ ഒരിക്കലും അത് ചെയ്യാതെ ആയുധം താഴെ വയ്ക്കുമെന്നും അതിനാൽ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്താൽ തന്നെ വധിക്കാൻ കഴിയുമെന്നും ഭീഷ്മർ പാണ്ഡവർക്ക് പറഞ്ഞുകൊടുത്തു. 10ാം ദിവസത്തിലെ യുദ്ധത്തിൽ പാണ്ഡവർ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ആരംഭിച്ചു. ഭീമൻ, അർജുനൻ തുടങ്ങിയവർ ശിഖണ്ഡിയുടെ ഇടതും വലതും നിന്നുകൊണ്ടും മറ്റു മഹാരഥന്മാരെ പിന്നിലണിനിരത്തിക്കൊണ്ടും ഭീഷ്മരെ പാണ്ഡവർ നേരിട്ടു. ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിൽ വൻനാശം വരുത്തിയെങ്കിലും ശിഖണ്ഡിയുടെ ശരങ്ങളെ അവഗണിച്ചു. ശിഖണ്ഡി അവസരത്തിനൊത്ത് പ്രവർത്തിച്ചു. ഭീഷ്മരെ തുടരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാർ ഒന്നിച്ച് ഭീഷ്മരെ എതിർത്തു. അർജുനൻ ആ കൂട്ടത്തിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ദ്രോണാചാര്യർ ആകെ ഭയന്നു. അദ്ദേഹത്തിന് ചില ദുർനിമിത്തങ്ങൾ അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ അശ്വത്ഥാമാവിനെ വിളിച്ച് ഭീഷ്മരുടെ സഹായത്തിന് ചെല്ലുവാൻ നിർദ്ദേശിച്ചു. അർജുനൻ ആരാലും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണെന്നും ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്നും അതിനാൽ ഭീഷ്മരുടെ അവസ്ഥ ഗുരുതരമാണെന്നും ആചാര്യൻ മകനെ അറിയിച്ചു. അതുകൊണ്ട് എത്രയും വേഗം ഭീഷ്മരുടെ സഹായത്തിന് നീ എത്തിച്ചേരണമെന്ന് ദ്രോണർ മകനോട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഭീമൻ, കൃപർ, ശല്യർ, ജയദ്രഥൻ തുടങ്ങിയവരുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ഭീമൻ അവരെ കണക്കറ്റ് പ്രഹരിച്ചു. ഭീമൻ്റെ ശരമേറ്റ് കൃപാചാര്യരുടെ വില്ല് മുറിഞ്ഞു വീണു. മറ്റൊരു വില്ലുമെടുത്ത് കൃപർ യുദ്ധം തുടർന്നു. മഹാരാജാവേ, സഞ്ജയൻ പറഞ്ഞു, ഭീമൻ ജയദ്രഥൻ്റെ കുതിരകളെ വധിക്കുകയും തേര് തകർക്കുകയും ചെയ്തു. ജയദ്രഥൻ ചിത്രസേനൻ്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. ഇത് കണ്ടുനിന്ന ദുര്യോധനൻ സുശർമാവിനോട് ഭീമാർജുനന്മാരെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു. ഭീമമായ ഒരു സൈന്യവുമായി സുശർമാവ് പാണ്ഡവ സഹോദരന്മാരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. പക്ഷേ ഭീമാർജുനന്മാർ കാറ്റും തീയും പോലെ പോരാടി. അവരുടെ ശരങ്ങളേറ്റ് ആയിരക്കണക്കായ കൗരവ സൈന്യം യമലോകത്തേക്ക് പോയി. ഈ തരുണത്തിൽ ഭീമൻ പാഞ്ചാലരും അർജുനനുമായി ചേർന്ന് ഭീഷ്മരോട് നേരിട്ട് യുദ്ധം ചെയ്തു. അപ്പോഴും ഗംഗയൻ 1000-ലധികം സൈനികരെ കൊന്നു തള്ളിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി 10,000-കണക്കിന് പാണ്ഡവ സൈനികർ ഭീഷ്മരുടെ ശരങ്ങൾക്കിരയായി. ഇതോർത്തപ്പോൾ ഭീഷ്മർക്ക് യുദ്ധത്തോട് വിരക്തി തോന്നി. തന്നെ ഉദാസീനത ബാധിച്ചുവെന്ന് ഭീഷ്മർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം യുധിഷ്ഠിരനെ അരികിൽ വിളിച്ചു പറഞ്ഞു, മകനെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനുഷ്യക്കുരുതികൾ നടത്തി എനിക്ക് വിരക്തി തോന്നുന്നു. ഇതെല്ലാം ചെയ്ത എൻ്റെ ഈ ശരീരത്തോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരൂ. സൃഞ്ജയന്മാരെ അർജുനൻ്റെ നേതൃത്വത്തിൽ എൻ്റെ നേർക്ക് അയച്ച് എന്നെ വധിച്ചു കളയൂ. ഭീഷ്മരുടെ ഉള്ളറിഞ്ഞ ധർമ്മജൻ ദുഃഖത്തോടെ സൃഞ്ജയന്മാരോട് ആഹ്വാനം ചെയ്തു. സൃഞ്ജയ വീരന്മാരെ, നിങ്ങൾ ഭീഷ്മരോട് പോരാടൂ. ഭീഷ്മരെ നിങ്ങൾ ഭയക്കരുത്. അർജുനനും ഭീമനും അടക്കം മഹാരഥന്മാരെല്ലാം നിങ്ങൾക്ക് പിന്നിലുണ്ട്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഭീഷ്മരോട് യുദ്ധം ചെയ്യൂ. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ്റെ ഒപ്പം പാണ്ഡവസേനയിലെ മഹാരഥന്മാരെല്ലാം ഒത്തുകൂടി. അവർ ഭീഷ്മരെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് കുതിച്ചു. ഇത് കണ്ട് ദുര്യോധനൻ തൻ്റെ ഒപ്പമുള്ള എല്ലാ രാജാക്കന്മാരെയും ദ്രോണരുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി ഭീഷ്മരുടെ രക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചു. പാണ്ഡവപക്ഷത്തെ ശൂരന്മാരായ മഹാരഥികൾ തനിക്കൊത്ത കൗരവരുമായി പോരിലേർപ്പെട്ടു. ഭീമസേനൻ അങ്ങയുടെ ഗജസൈന്യത്തിനെ തല്ലി തകർക്കുകയാണ്. അങ്ങയുടെ മക്കളെല്ലാം ദുര്യോധനൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ദുര്യോധനൻ അവരെ ശിഖണ്ഡിയെയും അർജുനനെയും വധിക്കുവാൻ ആഹ്വാനം നൽകി അയച്ചു. സൈന്യങ്ങൾ തമ്മിൽ ഇടകലർന്ന് യുദ്ധം ചെയ്തു. ഇടയ്ക്ക് അവർ ഓടിയൊളിക്കുകയും പ്രത്യക്ഷപ്പെട്ട് പോരാടുകയും ചെയ്തു. അവരുടെ പ്രയാണം കണ്ടാൽ ഭൂമി കുലുങ്ങുകയാണോ എന്ന് തോന്നിപ്പോകും.
ഇരുകൂട്ടരും വിജയം നേടാൻ വേണ്ടി അത്യന്തം പരിശ്രമിക്കുകയാണ്. അർജുനൻ ശിഖണ്ഡിയോടൊപ്പം ഭീഷ്മരുടെ മുന്നിലെത്തി. ഏറ്റവും മൂർച്ചയേറിയ അസ്ത്രങ്ങൾ തന്നെ പാർത്ഥൻ ഭീഷ്മർക്ക് നേരെ പ്രയോഗിച്ചു. ഭഗദത്തൻ ഗജസൈന്യവുമായി എത്തി പാർത്ഥനെ തടയാൻ ശ്രമിച്ചു. ഭഗദത്തൻ സഞ്ചരിച്ചിരുന്ന ആനയെ മുറിവേൽപ്പിച്ചുകൊണ്ട് അർജുനൻ ശിഖണ്ഡിയോട് പറഞ്ഞു, മുന്നോട്ട് മുന്നോട്ട്, നീ ഭയപ്പെടരുത്, ഭീഷ്മരെ വധിക്കൂ. ഈ വാക്കുകൾ കേട്ട് ശിഖണ്ഡി ഭീഷ്മരുടെ മുന്നിലെത്തി. ഒപ്പം അർജുനനും. ഭീഷ്മരുടെ നേർക്ക് ശിഖണ്ഡി അസ്ത്രങ്ങൾ തുടർച്ചയായി പ്രയോഗിച്ചു. അപ്പോഴും അദ്ദേഹം ശിഖണ്ഡിയെ അവഗണിച്ച് സൈന്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. അർജുനൻ്റെ സുഹൃത്തുക്കളായ സോമകത്തെ ധാരാളം രാജാക്കന്മാരും പട്ടാളക്കാരും ഭീഷ്മരുടെ ശരങ്ങൾക്ക് ഇരയായി. ഭീഷ്മരുടെ യുദ്ധം കണ്ട് ഭയന്ന് പാണ്ഡവപക്ഷത്തെ ധാരാളം പേർ പലായനം ചെയ്തു. ഭീഷ്മരുടെ മുന്നിലെത്താൻ അവർ ഭയന്നു. ശിഖണ്ഡിയും അർജുനനും മാത്രം ഭീഷ്മരുടെ മുന്നിൽ നിന്നു. ശിഖണ്ഡി അവസരങ്ങളൊന്നും പാഴാക്കിയില്ല. ഭീഷ്മരുടെ മാറിലേക്ക് തുടരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. സ്ത്രീ എന്ന പരിഗണനയിൽ ഭീഷ്മർ ശിഖണ്ഡിയെ ശ്രദ്ധിച്ചതേയില്ല. അർജുനൻ ശിഖണ്ഡിയോട് പറഞ്ഞു, നീ ഭീഷ്മരെ വധിക്കൂ, എന്തിനു വീണ്ടും വീണ്ടും പറയിക്കുന്നു? പാണ്ഡവപക്ഷത്ത് ഇപ്പോഴുള്ള ശക്തനായ പോരാളി നീ മാത്രമാണ്. കൂടുതൽ ശക്തിയോടെ പ്രഹരിക്കൂ. സഞ്ജയൻ പറഞ്ഞു, അങ്ങയുടെ പുത്രനായ ദുശാസനൻ യുദ്ധത്തിൽ അതിസമർത്ഥനാണെന്ന് തെളിയിച്ചു. ഒരേ സമയം അർജുനനോട് പോരാടുകയും ഭീഷ്മരെ സംരക്ഷിക്കുകയും ചെയ്തു. ദുശാസനൻ്റെ ശരങ്ങളേറ്റ് ധാരാളം ആനകളും കുതിരകളും ചത്തുവീണു. ഒട്ടേറെ രഥങ്ങൾ അയാൾ തകർക്കുകയും ചെയ്തു. പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാരെല്ലാം ദുശാസനൻ്റെ ശക്തിയിൽ വിറങ്ങലിച്ച് നിന്നു. എങ്കിലും അർജുനൻ ദുശാസനെ പരാജയപ്പെടുത്തി പിന്മാറ്റി. ആ അവസരം നോക്കി പാർത്ഥൻ ഭീഷ്മരെ ആക്രമിച്ചു. ശിഖണ്ഡി ശക്തമായ ശരങ്ങൾ തിരഞ്ഞെടുത്ത് ഭീഷ്മർക്ക് നേരെ അയച്ചു. അദ്ദേഹം അതൊന്നും കാര്യമായി എടുത്തില്ല. അത് കണ്ടപ്പോൾ ദുര്യോധനൻ കൗരവ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭീഷ്മരെ രക്ഷിക്കൂ. അർജുനനെ നിങ്ങൾ നോക്കേണ്ട, ശക്തനായ ഭീഷ്മർ നിങ്ങളെ രക്ഷിച്ചുകൊള്ളൂ. ദേവന്മാർ എല്ലാം ഒന്നിച്ചു വന്നാലും ഭീഷ്മരെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കൂ. അർജുനൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഈ ആഹ്വാനം കേട്ട് കൗരവ സൈന്യം ഉത്സാഹം വീണ്ടെടുത്ത് മുന്നേറി. കൗരവപക്ഷത്തെ രാജാക്കന്മാർ ഒത്തുചേർന്ന് അർജുനനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ പാർത്ഥൻ്റെ ശരങ്ങളേറ്റ് ഓരോ രാജാക്കന്മാരായി വീണുകൊണ്ടിരുന്നു. അപ്പോൾ ദുശാസനനെത്തി പാർത്ഥനോട് ഏറ്റു. പക്ഷേ പാർത്ഥൻ്റെ ശരങ്ങളോട് മത്സരിക്കാൻ കഴിയാതെ മുറിവേറ്റ ദുശാസനൻ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി. അപ്പോൾ അങ്ങയുടെ പുത്രന്മാരായ വികർണൻ, വിവിംശതി എന്നിവർ ശല്യരോടൊപ്പം അർജുനനെ നേരിട്ടു. പക്ഷേ അവർക്കാർക്കും പാർത്ഥനോട് പോരാടി നിൽക്കാൻ കഴിഞ്ഞില്ല. മുറിവേറ്റ അവരും പാർത്ഥൻ്റെ ശരങ്ങളെ എതിർക്കാനാവാതെ ഓടിയൊളിച്ചു. പിന്നീട് ഭീഷ്മരും പാർത്ഥനും നേർക്കുനേർ വന്നു. അവർ തമ്മിലുള്ള ഘോരമായ യുദ്ധം തുടരവേ പെട്ടെന്ന് ശിഖണ്ഡി ഭീഷ്മരുടെ നേർക്ക് എത്തി യുദ്ധം ആരംഭിച്ചു. പിതാമഹൻ തൻ്റെ ആയുധങ്ങളെല്ലാം പിൻവലിച്ചു. അർജുനൻ തീക്ഷ്ണമായ ശരങ്ങൾ പ്രയോഗിച്ച് ഭീഷ്മരെ മോഹാലസ്യപ്പെടുത്തിയിട്ട് കൗരവ സൈന്യത്തിന് നേരെ തിരിഞ്ഞു. അർജുനൻ്റെ ശരങ്ങളേറ്റ് ചത്തുവീണ ആനകളെയും കുതിരകളെയും കൊണ്ട് ഭൂമി മൂടിപ്പോയി. മോഹാലസ്യം വിട്ടുണർന്ന ഭീഷ്മർ പൂർവാധികം ശക്തിയോടെ യുദ്ധം തുടർന്നു. ഇത് കണ്ടപ്പോൾ പാണ്ഡവരുടെ സൈന്യാധിപനായ ധൃഷ്ടദ്യുമ്നൻ സൈനികരോട് വിളിച്ചു പറഞ്ഞു, സൈനികരെ, നിങ്ങൾ സൃഞ്ജയന്മാരുമായി ചേർന്ന് ഭീഷ്മരെ ആക്രമിക്കുക. അപ്പോഴും ഭീഷ്മർ അക്ഷുഭ്യനായി യുദ്ധം തുടരുകയായിരുന്നു. അവിടെ ചത്തുവീണ കുതിരകൾക്കും ആനകൾക്കും സൈനികർക്കും യാതൊരു കണക്കും ഇല്ലായിരുന്നു. ഭീഷ്മരെ ഒന്ന് നോക്കുവാൻ പോലും പാണ്ഡവർ ഭയപ്പെട്ടു. ഭീഷ്മർ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലെത്തി അചഞ്ചലനായി യുദ്ധം തുടരുകയാണ്. ഇത് കണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, ഭീഷ്മർ ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലുണ്ട്. ഇതാണ് പറ്റിയ അവസരം. ഇപ്പോൾ നിനക്ക് ഭീഷ്മരെ വധിക്കുവാൻ കഴിയും. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് പാർത്ഥൻ ശക്തമായ അസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഭീഷ്മർക്ക് നേരെ അയച്ചു. ഭീഷ്മരുടെ വില്ല് അർജുനൻ എയ്തു മുറിച്ചു, തേർ തകർത്തു. ശിഖണ്ഡി വീണ്ടും മുന്നോട്ട് വന്നു. ഭീഷ്മർ അത് അവഗണിച്ചു. അർജുനനെ തുണയ്ക്കുവാൻ ധൃഷ്ടദ്യുമ്നൻ, വിരാടൻ, ദുരുപദൻ, ധൃഷ്ടകേതു, സാത്യകി, അഭിമന്യു തുടങ്ങിയവരെല്ലാം സൈന്യങ്ങളുമായി ഒത്തുചേർന്നു. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാർത്ഥൻ പിതാമഹനായ ഭീഷ്മർക്ക് മുന്നിൽ ശരം തൊടുത്ത് നിന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.